മലങ്കര കാതലിക് ടി വിയിലെ കാറ്റഗേസിസ് അഥവാ മതബോധനം എന്ന പരമ്പരയിലെ 8ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി പ്രധാനമായും നമ്മളെ പഠിച്ചത് കാറ്റഗേസിസിൻ്റെ അഥവാ മതബോധനത്തിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണം, മതബോധനത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് പൊതുവായിട്ട് നമ്മളെ പഠിച്ചു. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി അബ്രഹാമിൻ്റെ ചരിത്രത്തിലൂടെ തുടർന്ന് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രൂപപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം, മാമോദീസ, പരസ്യജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തിക്കോസ്തി എന്നീ സംഭവങ്ങളിൽ യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട വെളിപാടിൻ്റെ ചരിത്രമാണ് സുവിശേഷമെന്നും അതാണ് സദ്വാർത്തയെന്നും അതാണ് വിശ്വസിക്കേണ്ടതെന്നും അതാണ് ലോകം മുഴുവൻ പോയി പ്രഘോഷിക്കണമെന്നും ഈ ഉത്തരവാദിത്വമാണ് അടിസ്ഥാനപരമായിട്ട് സഭയ്ക്കുള്ളതെന്നും ആരെങ്കിലും ഈ വെളിപാടിൻ്റെ സുവിശേഷം വിശ്വസിച്ച് യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നും അതിലൂടെ അവർ നിത്യരക്ഷയിലേക്ക് എത്തിച്ചേരുമെന്നൊക്കെ നമ്മളെ പഠിക്കുകയുണ്ടായി. യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അത് വിശുദ്ധ ലിഖിതമായി, വിശുദ്ധ ബൈബിളായി. ഈ വെളിപാടിൻ്റെ ചരിത്രം അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും ആഘോഷിച്ചപ്പോൾ, അനുസ്മരിച്ചപ്പോൾ അത് വിശുദ്ധ കുർബാനയായി, ആരാധനക്രമമായി. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അതാണ് പഠിച്ചത്. പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകാവസാനം വരെയുള്ള ഈ വെളിപാടിൻ്റെ ചരിത്രം അത് അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള മലങ്കര കുർബാനയിൽ എങ്ങനെ ആഘോഷിക്കുന്നു, അനുസ്മരിക്കുന്നു എന്ന് നമ്മൾ ക്രമമായിട്ട് പഠിക്കുകയുണ്ടായി. ഈ വെളിപാടിൻ്റെ ചരിത്രം വിശ്വാസ സത്യമായി ക്രോഡീകരിച്ചിരിക്കുന്നതാണ് വിശ്വാസ പ്രമാണം എന്ന് നമ്മൾ ആദ്യം കാണുകയുണ്ടായി. വിശ്വാസ പ്രമാണത്തിലെ 4 ഖണ്ഡികകൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഖണ്ഡിക പഴയ നിയമം പറഞ്ഞുകൊണ്ട്, പിതാവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡിക പുതിയ നിയമം, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് വിവരിക്കുന്നു. മൂന്നാമത്തെ ഖണ്ഡിക പരിശുദ്ധാത്മാവിനെ സൂചിപ്പിച്ചുകൊണ്ട്, സഭയെ സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. അതിനുശേഷം 4ാമത്തെ ഖണ്ഡിക കൂദാശകളെക്കുറിച്ചും സഭയുടെ ജീവിതത്തെക്കുറിച്ചും വരാനിരിക്കുന്ന പുതിയ ജീവിതത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും നിത്യായുസ്സിനെക്കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് ലോകാവസാനം വരെയുള്ള ഈ വെളിപാടിൻ്റെ കഥ വിശ്വാസ സത്യമായി 4 ഖണ്ഡികകളായി ക്രോഡീകരിച്ചിരിക്കുന്നതാണ് വിശ്വാസ പ്രമാണം. ചുരുക്കത്തിൽ വേദപുസ്തകം വളരെ കണ്ടൻസ്ഡായിട്ട് ക്രോഡീകരിച്ചിരിക്കുന്നതാണ് വിശ്വാസ പ്രമാണം. ഒരുക്കത്തോടുകൂടി ഒരു പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ ഒരു പ്രാവശ്യം ബൈബിൾ വായിക്കുന്നതിന് തുല്യമാണ്. അത്രമാത്രം വിശേഷപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ് വിശ്വാസ പ്രമാണം. യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം അത് വിശ്വാസത്യമായി സഭ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് വിശ്വാസ പ്രമാണം. പ്രത്യേകിച്ച് നിഖിയ കോൺസ്റ്റാന്റിനോപ്പിൾ സുനോദോസിൽ ക്രോഡീകരിക്കപ്പെട്ട നൈസിയൻ ക്രീഡ് വിശ്വാസ പ്രമാണം നാം ഇന്നും ചൊല്ലുന്നതാണല്ലോ. ഈ വെളിപാടിൻ്റെ ചരിത്രം ബുദ്ധി കൊണ്ടും വിശ്വാസം കൊണ്ടും വ്യാഖ്യാനിച്ചതാണ് ദൈവശാസ്ത്രം. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ദൈവശാസ്ത്ര ചിന്താധാരകളും ഈ വെളിപാടിൻ്റെ ചരിത്രത്തിൻ്റെ ബുദ്ധി കൊണ്ടും വിശ്വാസം കൊണ്ടുമുള്ള വ്യാഖ്യാനമാണ്. ഈ വെളിപാടിൻ്റെ ചരിത്രം ജീവിക്കുന്നതാണ് ആധ്യാത്മികത. ഈ വെളിപാടിൻ്റെ ചരിത്രം സഭ കഴിഞ്ഞ 2000 വർഷക്കാലം സഭ ജീവിച്ചതിൻ്റെ ചരിത്രത്തെ സഭാചരിത്രമായി നമ്മൾ മനസ്സിലാക്കുന്നു. ഈ വെളിപാടിൻ്റെ ചരിത്രം 2000 വർഷം ജീവിച്ചതിൻ്റെ അനുഭവങ്ങളുമായി ഇനി എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ ധാർമ്മിക തത്വങ്ങൾ സഭയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ധാർമ്മിക ദൈവശാസ്ത്രം അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ മുകളിൽ പറഞ്ഞ വിശുദ്ധ ലിഖിതം, ആരാധനക്രമം, സഭയുടെ വിശ്വാസ പ്രമാണം, സഭയുടെ എല്ലാ വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കലുകൾ, ദൈവശാസ്ത്ര പഠനങ്ങൾ, സഭയുടെ ആധ്യാത്മികത, സഭയുടെ ധാർമ്മിക പഠിപ്പിക്കലുകൾ, സഭാചരിത്രം, ഇവയെല്ലാം മതബോധനത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുന്നു എന്ന് പൊതുവായി നാം പഠിക്കുകയുണ്ടായി.
അപ്പോൾ മതബോധനത്തിൻ്റെ കണ്ടന്റ് എന്താണ്, ഉള്ളടക്കം എന്താണ്, അഥവാ മതബോധനത്തിൻ്റെ സോഴ്സ് എന്താണ് എന്നൊറ്റ വാക്കിൽ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവവചനത്തെ രണ്ടായി നമുക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്നു. ഒന്ന് സേക്രഡ് സ്ക്രിപ്ചർ, വിശുദ്ധ ലിഖിതം. മറ്റൊന്ന് സേക്രഡ് ട്രഡീഷൻ, വിശുദ്ധ പാരമ്പര്യം. വിശുദ്ധ ലിഖിതത്തെക്കുറിച്ച്, ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വിശുദ്ധ പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആരാധനക്രമവും ദൈവശാസ്ത്രവും സഭയുടെ വിശ്വാസ പ്രമാണവും ധാർമ്മിക ബോധ്യങ്ങളും ആധ്യാത്മികതയും സഭാചരിത്രവുമെല്ലാം സഭയുടെ ഈ വിശുദ്ധ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇവയെല്ലാം തന്നെ മതബോധനത്തിൻ്റെ ഉള്ളടക്കവുമായി നാം മനസ്സിലാക്കുന്നു. ഈ 8ാമത്തെ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠാവലിയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തനതായ ഒരു മതബോധനം കാറ്റഗേസിസ് പ്രസിദ്ധീകരിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1972 മുതൽ 2002 വരെ കേരളത്തിലെ 3 വ്യക്തിഗത സഭകളും, സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ സഭകൾ കേരള കത്തോലിക്ക സഭയുടെ പൊതുകേന്ദ്രമായ POCയിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആദ്യമായി 2002 മലങ്കര സഭയാണ് തനതായ സ്വന്തമായ ഒരു മതബോധനം മലങ്കര സഭയ്ക്ക് മുഴുവന് വേണ്ടി പ്രസിദ്ധീകരിച്ചത്. എന്തുകൊണ്ടാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇപ്രകാരം തനതായ സ്വന്തമായ ഒരു മതബോധനം പ്രസിദ്ധീകരിക്കാൻ ഇടയായത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1962 ആരംഭിച്ച വത്തിക്കാൻ സുനോദോസും അതിൻ്റെ പഠിപ്പിക്കലുകളും, പ്രത്യേകിച്ച് സഭയെക്കുറിച്ചും പൗരസ്ത്യ സഭകളെക്കുറിച്ചുമുള്ള വത്തിക്കാൻ സുനോദോസിൻ്റെ പഠിപ്പിക്കലുകൾ സഭയിൽ ദൂരവ്യാപകമായ ചലനങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള പഠനത്തിൽ 3 കാര്യങ്ങൾ ഐക്യത്തിന് ഏറ്റവും ആവശ്യമാണെന്ന് വ്യക്തമാക്കി. ഒന്നാമതായി വിശ്വാസത്തിലുള്ള ഐക്യം, കൂദാശയിലുള്ള ഐക്യം, മൂന്നാമത് സഭാധികാരത്തിൽ ഹൈരാർക്കിയിലുള്ള ഐക്യം. എന്നാൽ 4 കാര്യങ്ങളിൽ ഓരോ വ്യക്തിഗത സഭയും വ്യത്യസ്തമായിരിക്കണം, യുണീക്കായിരിക്കണം എന്ന് സഭ പ്രത്യേകമായിട്ട് നിഷ്കർഷിച്ചു. ഓരോ വ്യക്തിഗത സഭയ്ക്കും അതിൻ്റേതായ ആരാധനക്രമമുണ്ടെന്നും ദൈവശാസ്ത്രമുണ്ടെന്നും ആധ്യാത്മികതയുണ്ടെന്നും ശിക്ഷണക്രമമുണ്ടെന്നും വളരെ വ്യക്തമായി സഭ പഠിപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ വ്യക്തിഗത സഭകൾക്കും സ്വന്തമായ സെമിനാരി, വൈദിക പരിശീലന കേന്ദ്രം ആവശ്യമാണെന്നും എല്ലാ വ്യക്തിഗത സഭകൾക്കും സ്വന്തമായ വിശ്വാസ പരിശീലന പദ്ധതികൾ, മതബോധനം ആവശ്യമാണെന്നും സഭ മനസ്സിലാക്കി. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ വൈദിക വിദ്യാർത്ഥികൾ പൊതുവെ വത്തിക്കാൻ സുനോദോസിന് മുൻപ് ലത്തീൻ സെമിനാരികളിലാണ് മലങ്കരയിലെയും സീറോ മലബാർ സഭയിലെയും വൈദിക വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്നത്. വത്തിക്കാൻ കൗൺസിലിന് ശേഷം സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ആദ്യമായി കോട്ടയത്ത് വടവാതൂരിൽ സ്വന്തമായി ഒരു സെമിനാരി രൂപപ്പെട്ടു. അതിനുശേഷം 1990കളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് മലങ്കര മേജർ സെമിനാരിയും സ്ഥാപിതമായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എല്ലാ സഭകൾക്കും സ്വന്തമായ വൈദിക പരിശീലനം ഉണ്ടായിരിക്കണം എന്നതിൻ്റെ ആ ഒരു നിർബന്ധത്തിലാണ് ഇപ്രകാരം ഓരോ വ്യക്തിഗത സഭകളും സ്വന്തമായ സെമിനാരികൾ ആരംഭിച്ചത്. വത്തിക്കാൻ സുനോദോസിന് മുൻപ് പ്ലൂറാലിറ്റി ഓഫ് തിയോളജി, ദൈവശാസ്ത്രത്തിൻ്റെ ബഹുത്വം, അതിനെക്കുറിച്ച് വേണ്ടത്ര പ്രോത്സാഹനം നൽകിയിരുന്നില്ല. എന്നാൽ വത്തിക്കാൻ സുനോദോസിന് ശേഷം ഓരോ സഭയ്ക്കും അതിൻ്റേതായ ദൈവശാസ്ത്ര ചിന്താധാരകളുണ്ടെന്നും 24 വ്യക്തിഗത സഭകളുടെയും വിശ്വാസം ഒന്നായിരിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെന്നും അതുപോലെ തന്നെ അതിൻ്റെ ആരാധനക്രമത്തിൽ വ്യത്യാസമുണ്ടെന്നും ആധ്യാത്മികതയിൽ വ്യത്യാസമുണ്ടെന്നും ശിക്ഷണക്രമത്തിൽ വ്യത്യാസമുണ്ടെന്നുള്ള ബോധ്യം കുറെ കൂടെ ശക്തമായി. ഈ ഒരു പശ്ചാത്തലത്തിൽ 3 ദൈവശാസ്ത്ര ധാരകൾ സഭയിൽ ശക്തമായി. നമുക്കറിയാവുന്ന പോലെ കത്തോലിക്ക സഭയിലെ 24 വ്യക്തിഗത സഭകളിൽ ഏറ്റവും വലിയ സഭയാണ് ലത്തീൻ സഭ അഥവാ റോമൻ സഭ. റോമൻ സഭ എന്ന് പറയുമ്പോൾ അപ്പസ്തോല തലവനായ പത്രോസ്ലീഹായും പത്രോസ്ലീഹയുടെ പിൻഗാമിയ മാർപ്പാപ്പായും റോമൻ സഭയുടെ ഭാഗമാണ്. അങ്ങനെ ലോകത്തിലെ വലിയ സഭ എന്ന അതിൻ്റെ ആ വലിപ്പം കൊണ്ടും അതുപോലെ തന്നെ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പ റോമൻ സഭയിൽ നിന്നായതുകൊണ്ടും
റോമൻ സഭയ്ക്ക്, ലത്തീൻ സഭയ്ക്ക് ലോകം മുഴുവൻ വലിയ പ്രചാരമുണ്ടായി. അതുകൊണ്ട് ലത്തീൻ ദൈവശാസ്ത്രവും ലത്തീൻ ആധ്യാത്മികതയും പരക്കെ എല്ലാ സഭകളിലും പൊതുവായി അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള വത്തിക്കാൻ സുനോദോസിൻ്റെ പ്രത്യേക പഠനത്തിന് ശേഷം എല്ലാ വ്യക്തിഗത സഭകളുടെയും ദൈവശാസ്ത്ര സമീപനങ്ങൾ വളർത്തിയെടുക്കണമെന്നും ആധ്യാത്മിക രീതിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണമെന്നും ശിക്ഷണക്രമത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണമെന്നുമുള്ള ശക്തമായ ചിന്തയിൽ എല്ലാ സഭകളുടെയും ദൈവശാസ്ത്രം രൂപപ്പെടണം എന്ന് ആഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ ഓരോ വ്യക്തിഗത സഭയ്ക്കും പ്രത്യേക സെമിനാരികൾ ഉണ്ടാകണം എന്നുള്ള ചിന്തയും ഓരോ വ്യക്തിഗത സഭകൾക്കും സ്വന്തമായ മതബോധന ഗ്രന്ഥം ഉണ്ടാകണം എന്നുള്ള ചിന്തയും സഭയിൽ വളരെ ശക്തമായി. കത്തോലിക്ക സഭയിലെ 24 വ്യക്തിഗത സഭകളും അതിലോരോ സഭയും ആ സഭയിലെ വിശ്വാസികളെ ആ സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യണം. ഒരു സഭയുടെ വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമുക്കറിയാം, ബൈബിൾ എല്ലാ സഭയ്ക്കും കോമൺ ആയിട്ടുള്ളതാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് അതിൻ്റെ ആരാധനക്രമമാണ്, അതിൻ്റെ ദൈവശാസ്ത്രമാണ്, അതിൻ്റെ ആധ്യാത്മിക രീതിയാണ്, ശിക്ഷണക്രമമാണ്. അതുകൊണ്ട് ഒരു സഭയിലെ ഒരു വിശ്വാസി ആ സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കണമെങ്കിൽ ആ സഭയുടെ ആരാധനക്രമമായും ആധ്യാത്മികതയായും ദൈവശാസ്ത്രവുമായും ശിക്ഷണക്രമവുമായും അഭേദ്യം ബന്ധപ്പെട്ടിരിക്കണം. ഈ പശ്ചാത്തലത്തിലാണ് വിവിധ സെമിനാരികൾ രൂപപ്പെട്ടത്. ഓരോ വ്യക്തിഗത സഭകൾക്കും സ്വന്തമായ മതബോധന പാഠാവലികളും രൂപപ്പെട്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കേരളത്തിലെ 3 വ്യക്തിഗത സഭകളായ ലത്തീൻ സഭ, സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ഈ 3 സഭകൾക്കും കൂടി മലയാളത്തിൽ പൊതുവായിട്ടുണ്ടായിരുന്ന POC പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമായിരുന്നു പിതാവിൻ്റെ പക്കലേക്കെന്നുള്ള പരമ്പരയും അതിനുശേഷം ക്രിസ്തുവിൻ്റെ പിന്നാലെ എന്നുള്ള പരമ്പരയും. ഈ 2 പരമ്പരകളും 12 പുസ്തകങ്ങൾ വളരെ മനോഹരമായ പുസ്തകങ്ങളായിരുന്നു. ദൈവശാസ്ത്രപരമായും അതിൻ്റെ പെഡഗോജിക്കലായും എല്ലാ വിധത്തിലും വളരെ സമഗ്രമായ സമ്പൂർണമായ ഒരു പരമ്പരയായിരുന്നു, ഗ്രന്ഥങ്ങളായിരുന്നു POCയുടേത്. അങ്ങനെ വളരെ മനോഹരമായ ഈ ഒരു മതബോധന പാഠാവലി എന്തുകൊണ്ടാണ് മലങ്കര സഭ വേണ്ടാന്ന് വെച്ച് 2002 പുതിയ ടെക്സ്റ്റ് ഇറക്കിയത് എന്നതിൻ്റെ പശ്ചാത്തലമാണ് ഇതുവരെ നമ്മൾ പൊതുവായിട്ട് പറഞ്ഞത്. POC ടെക്സ്റ്റ് മോശമായിട്ടല്ല സീറോ മലങ്കര സഭയും സീറോ മലബാർ സഭയും ലത്തീൻ സഭയും പിന്നീട് അവരുടേതായ തനതായ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പിന്നെയോ ഓരോ സഭയിലെയും വ്യക്തികളെ ആ സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യാൻ POC ടെക്സ്റ്റിന് കഴിയുമായിരുന്നില്ല. ആ ഒരു പരിമിതി കൊണ്ടാണ് ഓരോ സഭയും തനതായ മതബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാനായി തയ്യാറായത്. മലങ്കര സഭയുടെ മതബോധന ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഒരു വ്യക്തിയെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ യേശുക്രിസ്തുവിനോടും പരിശുദ്ധ തൃത്വത്തോടും ആഴമായ സംസർഗത്തിലാവുകയും അതിലൂടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് നിത്യരക്ഷയെ നോക്കിപ്പാർത്ത് ജീവിക്കുവാൻ ഒരു വിശ്വാസിയെ ഒരുക്കുക എന്നുള്ളതാണ് മതബോധനത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇപ്രകാരം മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കാനും വളർത്തുവാനും ഉറപ്പിക്കുവാനും POC മതബോധന ഗ്രന്ഥങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കുകയില്ല എന്നുള്ള ബോധ്യത്തിലാണ് മലങ്കര സഭ തനതായ പാഠാവലി പ്രസിദ്ധീകരിക്കാനായിട്ട് തയ്യാറായത്. നമുക്കറിയാം POC മതബോധന പാഠാവലി അതൊരു സഭയുമായും അതിന് ബന്ധമില്ല. കാരണം അതൊരു മൾട്ടി എക്ലേസിയൽ കാറ്റഗേസിസ് ആണ്. POC മതബോധന ഗ്രന്ഥം 3 വ്യക്തിഗത സഭകൾക്കും കൂടി പൊതുവായി രൂപപ്പെടുത്തിയതായതുകൊണ്ട് ഒരു സഭയുടെയും ആരാധനക്രമത്തോടോ ആധ്യാത്മികതയോടോ ദൈവശാസ്ത്രത്തോടോ ശിക്ഷണക്രമത്തോടോ 100% വിശ്വസ്തത പുലർത്താൻ അതിന് സാധിക്കുമായിരുന്നില്ല. കാരണം അതൊരു മൾട്ടി എക്ലേസിയൽ കാറ്റഗേസിസ് ആണ്. 3 വ്യക്തിഗത സഭകൾക്കും കൂടി പൊതുവായിട്ടുള്ളതാണ്. അതിൽ വിശുദ്ധ ഗ്രന്ഥം മാത്രമാണ് എല്ലാ സഭകൾക്കും 3 സഭകൾക്കും പൊതുവായിട്ടുള്ളത്. എന്നാൽ 3 വ്യക്തിഗത സഭകളുടെയും ആരാധനയും ദൈവശാസ്ത്ര സമീപനങ്ങളും ആധ്യാത്മിക രീതികളും ശിക്ഷണക്രമവും വ്യത്യാസമായതുകൊണ്ട് POC മതബോധന ഗ്രന്ഥത്തിന്
ഈ 4 തലങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അത് 3 സഭകൾക്കും കൂടി പൊതുവായി ക്രമീകരിച്ച പുസ്തകമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ BOC ടെക്സ്റ്റിൽ 3 വ്യക്തിഗത സഭകളുടെയും ആരാധനാക്രമത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചും ഒക്കെ പൊതുവായിട്ട് പഠിപ്പിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെ എന്ന POC ഇറക്കിയ മതബോധന പരമ്പരയുടെ പ്രത്യേകതകൾ, അതിൻ്റെ രീതി നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മലങ്കര സഭയുടെ കാറ്റഗേസിസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പറയുകയുണ്ടായി, എല്ലാ മതബോധനത്തിൻ്റെയും കണ്ടൻ്റ് എന്ന് പറയുക ഈ വെളിപാടിൻ്റെ ചരിത്രമാണ്. 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സുകളിൽ പ്രപഞ്ച സൃഷ്ടി മുതൽ യേശുവിൽ പൂർണ്ണമായി വെളിപാടിൻ്റെ ചരിത്രം 6 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുക. അതിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിനെക്കുറിച്ചുമൊക്കെ പൊതുവായിട്ട് 1, 2, 3 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ BOC ടെക്സ്റ്റിൻ്റെ 4ാമത്തെ ക്ലാസ് മുതൽ അത് തെമാറ്റിക്കലാണ്. ഒരു ക്ലാസ്സിൽ ഒരു വിഷയത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ആ വിഷയമാണ് അവിടെ പഠിപ്പിച്ചിരിക്കുക. 4ാമത്തെ ക്ലാസ്സിൽ നീർച്ചാലുകൾ എന്ന പേരിൽ കൂദാശകളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുക. അപ്പോൾ കൂദാശകളാണ് 4ാമത്തെ ക്ലാസ്സിൻ്റെ മൊത്തം ചർച്ചാ വിഷയം. 5ാമത്തെ ക്ലാസ്സിൽ മാർഗദീപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പനകളാണ് 5ാമത്തെ ക്ലാസ്സിൻ്റെ പരാമർശം. 6ാമത്തെ ക്ലാസ്സിൽ പഴയ നിയമമാണ് അവിടെ പൂർണ്ണമായി ചർച്ച ചെയ്യുക. 7ാമത്തെ ക്ലാസ്സിൽ പുതിയ നിയമമാണ് അവിടെ ചർച്ചാ വിഷയം. 8ാമത്തെ ക്ലാസ്സിൽ ബൈബിളിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ബൈബിൾ ആരെഴുതി, എന്നെഴുതി, ബൈബിളുമായി ബന്ധപ്പെട്ട വിവിധ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 8ാമത്തെ ക്ലാസ്സിൽ. 9ാമത്തെ ക്ലാസ്സിൽ സഭാശാസ്ത്രം, എക്ലേസിയോളജിയാണ് പ്രധാന അവിടുത്തെ ചർച്ചാ വിഷയം. 10ാമത്തെ ക്ലാസ്സിൽ ഈ വിഷയങ്ങളെല്ലാം കൂടെ ചേർത്ത് സമഗ്രമായി 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ വിഷയങ്ങൾ സമഗ്രമായി ചേർന്ന് ഏകദേശം 15-16 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ സമഗ്രമായിട്ട് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ POC ടെക്സ്റ്റിൽ പൊതുവായിട്ട് 4ാം ക്ലാസ് മുതൽ ഒരു തെമാറ്റിക്കലായിട്ട് ഒരു തീം ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാനാണെങ്കിൽ 4ാം ക്ലാസ്സിൽ കണക്ക് മാത്രം പഠിപ്പിക്കുന്നു, 5ാം ക്ലാസ്സിൽ സയൻസ് മാത്രം പഠിപ്പിക്കുന്നു, 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, 7ാം ക്ലാസ്സിൽ സാമൂഹിക പാഠം പഠിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ക്ലാസ്സിലും ഓരോ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കുക. എന്നാൽ മലങ്കര സഭയുടെ പാഠാവലിയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. 4 വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മലങ്കര പാഠാവലി ക്രമീകരിച്ചിരിക്കുക. ബൈബിള്, ആരാധനാക്രമം, സഭാചരിത്രം, ക്രിസ്തീയ ജീവിതം. ഈ 4 വിഷയങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പുസ്തകം ക്രമീകരിച്ചിരിക്കുക. നമുക്കറിയാം, ബൈബിള് എഴുതപ്പെട്ട ലിഖിതവും അതുപോലെ തന്നെ സേക്രഡ് സ്ക്രിപ്ചർ ആൻഡ് സേക്രഡ് ട്രഡീഷൻ, ഇത് രണ്ടുമാണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കവും ഉറവിടവും എന്ന് നമ്മൾ പറയുകയുണ്ടായി. അത് ദൈവവചനത്തിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അപ്പോൾ ബൈബിള് ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ ഒരു ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുപോലെ തന്നെ വിശുദ്ധ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്ന ആരാധനക്രമം, അതുപോലെ തന്നെ വിശ്വാസ സത്യങ്ങൾ, ദൈവശാസ്ത്ര പഠനങ്ങൾ, ആധ്യാത്മികത, ഇതെല്ലാം ചേർന്നതാണല്ലോ. അതുകൊണ്ട് 4 തലങ്ങളിലായിട്ടാണ് ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുക. ബൈബിള്, ആരാധനക്രമം, സഭാചരിത്രം, വിശ്വാസ ജീവിതം. മലങ്കര സഭയുടെ പാഠാവലിയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക വേദപാഠാവലി എന്നാണ് അതിൻ്റെ സീരീസിൻ്റെ പേര്. 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളിൽ ഈ ബൈബിള്, ആരാധനക്രമം, സഭാചരിത്രം, ക്രിസ്തീയ ജീവിതം, ഈ 4 തലങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭാഗമായി തിരിച്ച് പ്രത്യേകം കൊടുത്തിട്ടില്ല. നമുക്ക് ഓരോ ക്ലാസ്സുകളിലെയും പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യ ഭാഗത്ത് ബൈബിള്, അതിനോട് ചേർന്ന് ആരാധനക്രമം, അതിനോട് ചേർന്ന് സഭാചരിത്രം, ക്രിസ്തീയ ജീവിതം, ഈ 4 ഭാഗങ്ങളും 1 മുതൽ 4 വരെ ക്ലാസ് നമുക്ക് പൊതുവായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ 5ാം ക്ലാസ് മുതൽ ഈ 4 ഭാഗങ്ങളും 4 ഭാഗങ്ങളായിട്ട് തന്നെ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. 1ാം ഭാഗം ബൈബിൾ, 2ാം ഭാഗം ആരാധനക്രമം, 3ാം ഭാഗം സഭാചരിത്രം, 4ാം ഭാഗം ക്രിസ്തീയ ജീവിതം, അങ്ങനെ ഭാഗം തിരിച്ച് കൊടുത്തിരിക്കുകയാണ്. സത്യത്തിൽ 5 മുതൽ 10 വരെയുള്ള പാഠങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഈ 4 വിഷയങ്ങളും ക്രമമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ ബൈബിള്
പഠിക്കുന്ന ഒരാൾ അതിൻ്റെ തുടർച്ച 6-ാം ക്ലാസ്സിലാണ് പഠിക്കുക. 6-ാം ക്ലാസ്സിൻ്റെ തുടർച്ച 7-ലും 8-ലും 9-ലും 10-ലുമായിട്ട്, അപ്പോൾ 5-ാം ക്ലാസ്സിൽ മുതൽ 10-ാം ക്ലാസ് വരെ ബൈബിളിനെ കുറിച്ച് തുടർച്ചയായിട്ട് ഒരു പഠനമുണ്ട്. അതുപോലെ തന്നെ ആരാധനക്രമവും 5-ാം ക്ലാസ്സിൽ ആരാധനക്രമം പഠിക്കുന്നുണ്ടെങ്കിൽ 6-ലും 7-ലും 8, 9, 10 വരെ ക്രമമായി ആരാധനക്രമത്തെക്കുറിച്ചുള്ള പഠനമുണ്ട്. സഭാചരിത്രം 5-ാം ക്ലാസ്സിൽ സഭാചരിത്രം പഠിക്കുന്നുണ്ടെങ്കിൽ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലും അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. ക്രിസ്ത്യ ജീവിതം 5-ാം ക്ലാസ്സിൽ നാം പഠിക്കുന്നുണ്ടെങ്കിൽ 6-ലും 7-ലും അതുപോലെ തന്നെ 10 വരെയും അതിൻ്റെ ഒരു വളർച്ച കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 4 വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുക. സത്യത്തിൽ 4 അധ്യാപകർ പഠിപ്പിക്കേണ്ട വിഷയമാണ്. ബൈബിളിനൊരു അധ്യാപകൻ വേണം, ആരാധനക്രമത്തിന് അധ്യാപകൻ വേണം, സഭാചരിത്രത്തിന് അധ്യാപകൻ വേണം, ക്രിസ്ത്യ ജീവിതത്തിന് അധ്യാപകൻ വേണം. അപ്പോൾ 4 പീരീഡ് ഉള്ള ഒരു ക്ലാസ്സാണ്, ഒരു ദിവസമാണെങ്കിൽ ഈ 4 വിഷയങ്ങളാണ് ഓരോ ദിവസവും ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെ സൗകര്യമില്ലാത്തത് കൊണ്ട് ഒരധ്യാപകനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുക. ഈ 4 വിഷയവും കൈകാര്യം ചെയ്യുന്നത് ഒരധ്യാപകനാണ്. ഓരോ പുസ്തകവുമായിട്ടിത് സത്യത്തിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ 4 ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് ഒറ്റ പുസ്തകമാക്കിയിരിക്കുകയാണ്. ബൈബിൾ ഒരു പുസ്തകം, ആരാധനക്രമം മറ്റൊരു പുസ്തകം, സഭാചരിത്രം വേറൊരു പുസ്തകം, ക്രിസ്ത്യ ജീവിതം വേറൊരു പുസ്തകം. 4 പുസ്തകങ്ങളാണ് സത്യത്തിൽ. 4 കൂടെ ചേർത്ത് ഒറ്റ പുസ്തകമായി 5 മുതൽ 10 വരെ ക്രമീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അധ്യാപകർ വളരെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ എല്ലാം വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അധ്യാപകന് ഈ പാഠാവലിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ 5-ാം ക്ലാസ്സിൽ സഭാചരിത്രം ആരംഭിക്കുമ്പോൾ പോർട്ടുഗീസുകാർ വന്നതും ഉദയംപേരൂർ സൂനോദോസും മനസ്സിലാകാതെ 6-ാം ക്ലാസ്സിലെ അല്ലെ 7-ാം ക്ലാസ്സിലെ കൂനംകുരി സത്യം നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ 7 പഠിപ്പിക്കുന്ന അധ്യാപകൻ 7 മുൻപുള്ള എല്ലാ ഭാഗവും വായിച്ചൊരുങ്ങിയെങ്കിൽ മാത്രമേ 7-ാം ക്ലാസ്സിലെ ഭാഗം മനസ്സിലാകത്തുള്ളൂ. അതുപോലെ 8-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് 7 വരെയുള്ള പാഠങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ 8-ാം ക്ലാസ് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. 10-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ 1 മുതൽ 9 വരെയുള്ള പാഠങ്ങളിൽ ആ വന്നിരിക്കുന്ന വളർച്ച എല്ലാ വിഷയങ്ങളിലും അത് മനസ്സിലാക്കിയെങ്കിലേ 10-ൽ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അധ്യാപകരെല്ലാവരും 1 മുതൽ 10 വരെയുള്ള പാഠങ്ങൾ ഒരുങ്ങി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് വ്യക്തമായിട്ടും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠാവലിയിൽ ഈ 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 4ആയിട്ട് അത് നിജപ്പെടുത്തിയത്? അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ ആദ്യ ക്ലാസ്സുകൾ പഠിക്കുകയുണ്ടായി. കർത്താവിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. ഗോ ആൻഡ് പ്രൊക്ലെയിം ദ ഗോസ്പൽ. അപ്പോൾ സഭയ്ക്ക് ഒറ്റ ഉത്തരവാദിത്വമേ ഉള്ളൂ. അടിസ്ഥാനപരമായി ലോകമെങ്ങും പോയി യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം, ഈ സുവിശേഷം പ്രഘോഷിക്കണം. അപ്പം സുവിശേഷം പ്രഘോഷിക്കുക എന്ന അടിസ്ഥാന ദൗത്യത്തിന് 3 അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഗോ ആൻഡ് ടീച്ച് ദ ഗോസ്പൽ, ഗോ ആൻഡ് സെലിബ്രേറ്റ് ദ ഗോസ്പൽ, ഗോ ആൻഡ് ലീവ് ദ ഗോസ്പൽ. നിങ്ങൾ സുവിശേഷം പഠിപ്പിക്കണം, നിങ്ങൾ സുവിശേഷം ആഘോഷിക്കണം, നിങ്ങൾ സുവിശേഷം ജീവിക്കണം. അപ്പം സുവിശേഷം പഠിപ്പിക്കണം എന്നതിനെ ബോധനമായും, ആഘോഷിക്കണം എന്നതിനെ ആരാധനയായും, സുവിശേഷം ജീവിക്കണമെന്നതിനെ സാക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഈ 3 തലങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ 4 വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുക. ഗോ ആൻഡ് ടീച്ച് എന്ന് പറഞ്ഞിടത്താണ് പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് വിശുദ്ധ ലിഖിതത്തെ നമ്മൾ കാണുക. ബൈബിൾ അതുകൊണ്ട് അതിന് 1-ാമത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്നു. ഗോ ആൻഡ് സെലിബ്രേറ്റ്, അതാണ് ആരാധനക്രമം. അത് നിങ്ങൾ ആഘോഷിക്കണം. അതുകൊണ്ട് ആരാധനക്രമത്തിന് 2-ാമത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്നു. ഗോ ആൻഡ് ലീവ്, നിങ്ങൾ അറിഞ്ഞ സുവിശേഷം, നിങ്ങൾ ആഘോഷിച്ച അനുഭവമായ സുവിശേഷം നിങ്ങൾ ജീവിക്കണം. ജീവിക്കണം എന്ന് പറഞ്ഞതിനെ 2ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. സഭ കഴിഞ്ഞ് 2000 വർഷം ജീവിച്ച ചരിത്രം, അതിനെ സഭാചരിത്രമായും, സഭ ഇനിയും എങ്ങനെ ജീവിക്കണം, കഴിഞ്ഞ ജീവിതകാലത്തു നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി എങ്ങനെ ജീവിക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യ ജീവിതം എന്ന തലത്തിൽ 4-ാമത്തെ ഭാഗവും നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സഭയ്ക്ക് അടിസ്ഥാനപരമായി ഒറ്റ ദൗത്യമേ ഉള്ളൂ, ലോകമെങ്ങും പോയി യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. അതിന് 3 അർത്ഥതലങ്ങളുണ്ട്.
ഗോ ആൻഡ് ടീച്ച്, സെലിബ്രേറ്റ് ആൻഡ് ലീവ്. സുവിശേഷം പഠിപ്പിക്കണം, ആഘോഷിക്കണം, ജീവിക്കണം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒന്നാമതായിട്ട് വിശുദ്ധ ബൈബിളും, രണ്ടാമതായിട്ട് ആരാധനാക്രമവും, മൂന്നാമതായിട്ട് ക്രിസ്ത്യ ജീവിതവും ക്രമീകരിച്ചിരിക്കുക. ക്രിസ്ത്യ ജീവിതത്തെ രണ്ടായിട്ട് നമ്മൾ വിഭജിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് സഭാചരിത്രമായും ക്രിസ്ത്യ ജീവിതവുമായിട്ടും നമ്മൾ രണ്ടായിട്ട് അതിനെ വേർതിരിച്ചിരിക്കുന്നു. അതാണ് ഈ 4 വിഷയങ്ങളുടെ അടിസ്ഥാനം. കൂടാതെ ഈ 3 ചിന്താധാരകൾ തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ട് എന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. വിശുദ്ധ ലിഖിതവും ആരാധനാക്രമവും ക്രിസ്ത്യ ജീവിതവും തമ്മിൽ അടിസ്ഥാനപരമായ ബന്ധമുണ്ട്. ബോധനം, ആരാധന, സാക്ഷ്യം ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. സഭയുടെ മതബോധന ശുശ്രൂഷ ഒറ്റപ്പെട്ട ഒരു കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ല. ആരാധന അതിൽ തന്നെ ഒരു കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു യാഥാർത്ഥ്യമല്ല. ക്രിസ്ത്യ ജീവിതം അത് മറ്റിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നൊരു യാഥാർത്ഥ്യമല്ല. ഇവ 3 പരസ്പരം ബന്ധിതമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ബോധനത്തിൽ നിന്നും ആരാധനയിലേക്ക് ഒരു ഒഴുക്ക്. യേശു ആരാണെന്ന് മതബോധനത്തിൽ നാം പഠിക്കുമെങ്കിൽ യേശു നമുക്ക് ആരാധനയിൽ അനുഭവമായി തീരണം. എവരി കാറ്റഗേസിസ് ലീഡ്സ് ടു വർഷിപ്പ്. ആരാധനയിലേക്ക് നയിക്കപ്പെടാത്ത ഒരു മതബോധനമല്ല. അത് വെറും ബൗദ്ധിക വ്യാപാരമാവും, ഇൻ്റലക്ച്വലിസമായി തരം താഴും. എവരി കാറ്റഗേസിസ് ലീഡ് ടു വർഷിപ്പ്. അപ്പം മതബോധനത്തിൽ യേശു ആരാണെന്ന് പഠിക്കുമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ യേശുവിനെ നാം അനുഭവിക്കുകയാണ്. കാറ്റഗേസിൽ യേശു നമ്മോട് സംസാരിക്കുമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സ്പർശനം നമുക്ക് ലഭിക്കുകയാണ്. യേശുമായിട്ടുള്ള അനുഭവം നമുക്ക് തരികയാണ്. ഞാൻ അറിഞ്ഞ യേശു, എനിക്ക് അനുഭവമായ യേശു എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അതാണ് ക്രിസ്ത്യ ജീവിതം, സാക്ഷ്യം എന്നതുകൊണ്ട്. ഇവ 3 പരസ്പരം ബന്ധിതമാണ്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകൾ പഠിക്കുകയുണ്ടായി. എമാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവത്തെ ബന്ധിപ്പിച്ച് നമ്മളതിനെക്കുറിച്ച് പഠിച്ചതാണ്. അതിന് 3 തലങ്ങളോട് നമ്മൾ കാണുകയുണ്ടായി. ജെറുസലേമിൽ നിന്നും എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർ, ഒന്നാം ഭാഗം കർത്താവ് അവരോട് കൂടി അപരിചിതനായിട്ട് നടക്കുന്ന രംഗം. രണ്ടാമത് അവർ എമാവുസിൽ ചെന്ന് അവനോടൊപ്പം അപ്പം ഭക്ഷിക്കുന്ന രംഗം. മൂന്നാമത് അവർ സാക്ഷ്യത്തിനായിട്ട് തിരിച്ചു വരുന്ന രംഗം. 3 ഭാഗങ്ങളായിട്ട് കണ്ടതാണ്. ഒന്നാമത്തെ ഭാഗമാണ് ബോധനം. വഴിയിൽ വെച്ച് യേശുവരെ പഠിപ്പിച്ചു. രണ്ടാമത്തെ രംഗത്തിൽ യേശുവരോടൊപ്പം അപ്പം മുറിച്ചു, ആരാധന. അപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ വഴിയിൽ വെച്ച് അവർ പറഞ്ഞതൊക്കെ എന്താണെന്ന് അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പോൾ വഴിയിൽ വെച്ച് അവർ പഠിച്ചതെല്ലാം അവർക്ക് അനുഭവമായതും അവർക്കത് സ്വന്തമായി തീർന്നതും ആരാധനയിൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ്. അതിനുശേഷം അവരെന്താണ് ചെയ്തത്? അവരവിടെ വിശ്രമിക്കുകയായിരുന്നില്ല. യേശുവിനെ കണ്ടവർ, യേശുവിനോട് സംസാരിച്ചവർ, യേശുവുമായി ആഴമായിട്ട് ബന്ധത്തിൽ ആരാധനയിൽ എത്തിയവർ സാക്ഷ്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. തിരിച്ചവർ ജെറുസലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവ 3 പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു ചിന്താധാരയും നമ്മുടെ ഈ മതബോധന ഗ്രന്ഥത്തെ, ഈ പാഠാവലിയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പുസ്തകങ്ങളിലും ഈ ഒരു ഒഴുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആദ്യ ഭാഗം ബൈബിള്, ബോധനം എന്നിടത്ത് ബൈബിളും അതിൻ്റെ ഒഴുക്കാണ്. യേശുവിനെ ആദ്യ ഭാഗത്ത് അറിഞ്ഞെങ്കിൽ രണ്ടാം ഭാഗം ആരാധനക്രമം ക്രമീകരിച്ചിരിക്കുക. അറിഞ്ഞ് യേശു ആരാധനയിൽ അനുഭവമായി തീരണം. 3ഉം 4ഉം ഭാഗത്ത് അറിഞ്ഞ് യേശു ആരാധനയിൽ അനുഭവമായി തീർന്ന യേശു ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. അതുകൊണ്ടാണ് 3ഉം 4ഉം ഭാഗം സാക്ഷ്യം. ആ സാക്ഷ്യം എങ്ങനെ നിർവഹിച്ചു എന്നും കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ 2000 വർഷത്തിൽ ഈ സാക്ഷ്യത്തിൽ വന്ന പാളിച്ചകളും നന്മകളും തിരിച്ചറിയുകയാണ് സഭാ പഠനത്തിലൂടെ. ഇനിയും ആ സാക്ഷ്യം എങ്ങനെ ജീവിക്കണം എന്ന് കൂടുതൽ മനസ്സിലാക്കുകയാണ് ക്രിസ്ത്യ ജീവിതത്തിലൂടെ. അപ്പോൾ ഇവ 3ൻ്റെ ഒഴുക്ക് ഓരോ പുസ്തകത്തിലും കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 ഭാഗങ്ങളുടെയും ഒരു ഒഴുക്ക്, ഒരു തുടർച്ച ഓരോ പാഠത്തിലും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓരോ പാഠത്തിൻ്റെയും ആദ്യ ഭാഗം ബൈബിളുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അതിനോട് ചേർന്ന് ആരാധനാക്രമവും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ പാഠത്തിനോടും ചേർന്ന് പ്രാർത്ഥിക്കാനും പാടാനും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ചിലയിടത്ത് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ പഠിച്ച കാര്യം തന്നെ പ്രാർത്ഥന എന്താണ്, പാടുന്നതും പ്രാർത്ഥിക്കുന്നതും എന്ന് കൃത്യം കൊടുത്തിട്ടുണ്ട്. മൂന്നാമതാണ് നമുക്ക് പ്രവർത്തിക്കാം. അറിഞ്ഞ യേശു ആരാധനയിൽ അനുഭവമായി ആഘോഷിച്ച യേശു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം, നമുക്ക് പ്രവർത്തിക്കാമെന്നുകൊണ്ട് പ്രവൃത്തി ഓരോ പാഠത്തിലും പ്രത്യേകമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവ 3ഉം പരസ്പരം ബന്ധിതമാണെന്നും ഇവ എല്ലാ പുസ്തകത്തിലും നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഓരോ പാഠത്തിലും നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാഠാവലിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ
വേദപാഠാവലി എന്ന ഈ പരമ്പര, അതിലെ 12 പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ആ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചിന്തകൾ മാത്രം നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം. നമുക്കറിയാം, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠാവലി ആദ്യത്തെ 4 പുസ്തകങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന ഒരു ചിന്താധാരയിലാണ് രൂപപ്പെട്ടിരിക്കുക. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിനെ സ്തുതി. ഒന്നാമത്തെ പുസ്തകം ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുക. ഗ്ലോറി ടു ഗോഡ് എന്ന സീരീസാണ് ആദ്യത്തെ 4 പുസ്തകങ്ങൾ. ദൈവത്തിന് സ്തുതി എന്ന് പറയുന്നതിലൂടെ ദൈവം ഏകനാണെന്നും സർവശക്തനാണെന്നും അടിസ്ഥാനപരമായി പ്രഖ്യാപിക്കുകയാണ്. ഒരു കുട്ടിയുടെ മനസ്സിലോട്ട് ദൈവം എന്നുള്ളത് ഏകനാണെന്നും ദൈവം സർവശക്തനാണെന്നും ഉള്ള ബോധ്യമാണ്. ആ ദൈവത്തെ സ്തുതിക്കുവാൻ നാം കടപ്പെട്ടവരാണെന്നും ആ ദൈവം സൃഷ്ടാവും നമ്മളെല്ലാം സൃഷ്ടികളാണെന്നും ആ ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമെന്നും ആ ടൈറ്റിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തുതി. നമുക്കറിയാം, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 6 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ 20 പാഠങ്ങളാണ് ഒന്നാമത്തെ പുസ്തകത്തിലുള്ളത്. ഈ പാഠങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുക? നമ്മൾ പറയുകയുണ്ടായി, പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി അബ്രഹാമിൻ്റെ വിളിയിലൂടെ തുടർന്ന് പഴയ നിയമത്തിലൂടെ രൂപപ്പെട്ട് യേശുവിൽ പൂർണ്ണമായി വെളിപാടിൻ്റെ ചരിത്രം. ഇതേ ഉള്ളൂ കുഞ്ഞിനെ പഠിപ്പിക്കാൻ. ഒന്നാമതായിട്ട് ഈ വെളിപാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്. രണ്ടാമതായിട്ട് 6 വയസ്സുള്ള കുഞ്ഞിന് ഇതിലെന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് കുഞ്ഞിന് ഇതിലേതൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വെളിപാടിൻ്റെ ചരിത്രത്തിൽ നിന്നും 20 വിഷയങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കും. ഒരു റാൻഡം സെലക്ഷനാണ് നമ്മൾ നടത്തിയിരിക്കുക. അപ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകാവസാനം വരെയുള്ള ഈ വെളിപാടിൻ്റെ ചരിത്രത്തിലെ 20 വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പുസ്തകം തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകമായിട്ട് ദൈവം ഒന്നേ ഉള്ളൂ എന്നും ദൈവത്തിൽ 3 ആളുകൾ ഉണ്ട് എന്നും ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അതിനുശേഷമുള്ള സഭയുടെ ജീവിതം, അതുപോലെ തന്നെ ഇന്നത്തെ ആനുകാലിക യാഥാർത്ഥ്യങ്ങൾ, എൻ്റെ പള്ളി, എൻ്റെ വീട്, എൻ്റെ സ്കൂള്, എൻ്റെ രാജ്യം, ഈ വിഷയങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ഒന്നാമത്തെ പാഠാവലി ക്രമീകരിച്ചിരിക്കുക. രണ്ടാമത്തെ പുസ്തകം തൃത്വൈക ദൈവത്തിൻ്റെ സ്തുതി. ആദ്യം ദൈവത്തിൻ്റെ സ്തുതി എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചതിന് ശേഷം ആ ദൈവം ഏക സത്യ ദൈവമാണെന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവം തൃത്വൈക ദൈവമാണെന്ന് 2-ാം ക്ലാസ്സിലാകുമ്പോഴത്തെ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുകയാണ്. 1-ാം ക്ലാസ്സിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ നമ്മൾ കുഞ്ഞിനെ പഠിപ്പിച്ചു. പക്ഷേ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ദൈവത്തിൻ്റെ സ്തുതി, ദൈവം ഏകനാണെന്നുള്ളൊരു കോൺസെപ്റ്റ് കുഞ്ഞിനെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. 2-ാം ക്ലാസ് ആകുമ്പോഴേക്കും അല്പം കൂടെ 6 വയസ്സിന് 1 വയസ്സ് വളർന്നു. വെളിപാടിൻ്റെ ചരിത്രത്തിലെ 1-ാം ക്ലാസ്സിൽ പറഞ്ഞ വിഷയങ്ങൾ തന്നെ അല്പം കൂടെ കൂടുതലായിട്ടും പുതിയ വിഷയങ്ങളും ചേർത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതിനുശേഷം സഭ, ആരാധനക്രമം, സഭാചരിത്രം, ക്രിസ്ത്യജീവിതം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കണക്ട് ചെയ്ത് 24 പാഠങ്ങളാണ് 2-ാമത്തെ ക്ലാസ്സിൽ. തൃത്വൈക ദൈവത്തിൻ്റെ സ്തുതി. എല്ലാ ക്ലാസ്സും ആരംഭിക്കുക പ്രപഞ്ച സൃഷ്ടി പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം ഓരോ ക്ലാസ് ഉയരുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ ബുദ്ധി വളരുന്നതനുസരിച്ച് വെളിപാടിൻ്റെ രഹസ്യത്തിലെ കൂടുതൽ രഹസ്യങ്ങൾ നമ്മൾ വെളിവാക്കുകയാണ്. അപ്പോൾ ആ ദൈവം തൃത്വൈക ദൈവമാണ്. 3 വിരൽ ഒന്നിച്ചു കൂട്ടി കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. 3-ാമത്തെ ക്ലാസ് യേശു മിശിഹായിക്ക് സ്തുതി. 1-ാമത്തെ ക്ലാസ് ദൈവത്തിന് സ്തുതി, 2-ാമത്തെ പുസ്തകം തൃത്വൈക ദൈവത്തിന് സ്തുതി, 3-ാമത്തെ പുസ്തകം യേശു മിശിഹായിക്ക് സ്തുതി. വെളിപാടിൻ്റെ ചരിത്രത്തിൽ യേശുവിനുള്ള പ്രാമുഖ്യം പ്രത്യേകമായിട്ട് നമ്മൾ ഈ പുസ്തകത്തിൽ എടുത്തു പറയുകയാണ്. ഈ പുസ്തകം തുടങ്ങുന്നത് വെളിപാടിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ യേശു മിശിഹായ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആദ്യത്തെ 1 പാഠം പൊതുവായിട്ട് വെളിപാടിൻ്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം അതിനുശേഷം യേശുവിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുക. അതായത് തൃത്വൈക ദൈവത്തിൽ യേശുവിനൊരു കേന്ദ്ര സ്ഥാനമുണ്ട്. യേശുവാണ് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തന്നത്, പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നത്. അപ്പോൾ യേശു മനുഷ്യനെ അവതരിച്ചതിന് ശേഷമാണ് ദൈവം തൃത്വമാണെന്നും ദൈവം പിതാവാണെന്നും ദൈവം പരിശുദ്ധാത്മാവുമാണെന്നും 3 വ്യക്തികളാണെന്നും ഒക്കെയുള്ള ബോധ്യം നമുക്ക് ലഭിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കൃത്യമായ കൂടുതൽ പഠനമാണ് 3-ാം ക്ലാസ്സിൽ. അപ്പോൾ കുഞ്ഞ് ഒരു പടി കൂടി വളർന്നു കഴിഞ്ഞു. ദൈവം ഏകനാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ തൃത്വൈക ദൈവമാണെന്ന് പറഞ്ഞു. ആ തൃത്വൈക ദൈവത്തിൽ യേശുവിൻ്റെ പ്രത്യേക സ്ഥാനം എന്താണെന്ന് നമ്മൾ 3-ാം ക്ലാസ്സിൽ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. യേശു മിശിഹായിക്ക് സ്തുതി. ഇവിടെയും ആദ്യ ഭാഗം പ്രപഞ്ച സൃഷ്ടി മുതലുള്ള ബൈബിള്, പിന്നെ ആരാധനക്രമം, സഭാചരിത്രം, ക്രിസ്ത്യജീവിതം, ഈ 4 തലങ്ങളും
ഈ 20 പാഠങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. 4-ാമത്തെ പുസ്തകം കാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്തുതി. 4-ാമത്തെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിന്, സ്നേഹത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുക. 3-ാമത്തെ പുസ്തകത്തിൽ യേശുമിശിഹായ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞു. 4-ാമത്തെ പുസ്തകത്തിലും വെളിപാടിൻ്റെ ചരിത്രം ആ തുടക്കം മുതൽ നമ്മൾ മുൻപോട്ട് പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുക. ദൈവം കാരുണ്യവാനാണ്, തെറ്റുകൾ ക്ഷമിക്കുന്നവനാണ്, മഹാദയാലുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമാണ് യേശു. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയൊക്കെ ആ സ്വർഗീയപിതാവിൻ്റെ സ്നേഹം, കാരുണ്യം ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. ദൈവം കാരുണ്യവാനാണ്. കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. ആ കാരുണ്യം പ്രത്യേകം നമ്മൾ അനുഭവിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ്. തെറ്റ് ചെയ്യുന്നവനോട് പരിധിയില്ലാതെ ക്ഷമിക്കുന്ന ഒരു ദൈവം. നീ എത്ര തെറ്റ് ചെയ്താലും, നിന്റെ പാപം എത്ര കടും ചമപ്പാണെങ്കിലും, നിന്റെ ഹൃദയം ശിലാതുല്യമാണെങ്കിലും അതെല്ലാം ക്ഷമിച്ച്, ഒരു മാംസള ഹൃദയം തരുന്ന, എല്ലാം ക്ഷമിച്ച് കണക്ക് ചോദിക്കാതെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കാരുണ്യം. ആ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നത് കുമ്പസാരക്കൂട്ടിലാണ്. എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എനിക്ക് കിളച്ചു തരികയാണ്. എനിക്കത് വീട്ടാനുള്ള കഴിവില്ല, ശക്തിയില്ല. പക്ഷേ എനിക്കതിനുള്ള കഴിവും ശക്തിയും ഒന്നുമില്ലെങ്കിലും എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും ഇളച്ചു തന്ന് എന്നെ വീണ്ടും ആ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് കുമ്പസാരമാണ് 4-ാം ക്ലാസ്സിലെ പ്രത്യേകമായ പരാമർശം. അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ കാരുണ്യം, യേശുവിൻ്റെ കാരുണ്യമൊക്കെ സൂചിപ്പിച്ച് കൂദാശകളെക്കുറിച്ച് പറഞ്ഞ്, കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞ്, കുമ്പസാരത്തിൻ്റെ ഓരോ പടിയും, എൻ്റെ കുമ്പസാരം, ഞാൻ എങ്ങനെയാണ് കുമ്പസാരത്തിന് ഒരുങ്ങേണ്ടത്, അതുൾപ്പെടെ എൻ്റെ കുമ്പസാരം, എൻ്റെ ആദ്യ കുർബാന സ്വീകരണം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 1 മുതൽ 4 വരെ ക്ലാസ് പഠിച്ചു തീരുന്നൊരു കുട്ടിക്ക് മലങ്കര സഭയിൽ നമുക്ക് കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുക്കുന്നതിന് തടസ്സമില്ല. ഈ 4 പുസ്തകങ്ങളും പഠിച്ചൊരു കുട്ടിക്ക് മറ്റൊരു പഠനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 4-ാം ക്ലാസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുമ്പസാരത്തിനായിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ് പ്രധാന ഇൻറ്റൻഷൻ എന്ന് ഓർത്തോണം. 4-ാം പാഠം പഠിച്ചു കഴിഞ്ഞാൽ കുമ്പസാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇതിനകത്തുണ്ട്. എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ കുമ്പസാരിക്കണം, അതിനുള്ള പ്രാർത്ഥന ഉൾപ്പെടെ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്നതിലെ 4-ാമത്തെ പുസ്തകം നമ്മൾ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 4 പുസ്തകങ്ങൾ ദൈവത്തിന് സ്തുതി എന്നുള്ളൊരു കോൺസെപ്റ്റാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തുതി, തൃത്വ ദൈവത്തിന് സ്തുതി, യേശുമിശിഹായ്ക്ക് സ്തുതി, കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി എന്ന 4 പേരിൽ ഗ്ലോറി ടു ഗോഡ് എന്നൊരു സീരീസിലാണ് ഈ 4 പുസ്തകങ്ങൾ നമ്മൾ കാണുക. 5 മുതൽ 10 വരെയുള്ള പുസ്തകങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 ഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അതായത് 1-ാം ഭാഗം നിങ്ങൾ കാണാം, വിശുദ്ധ ബൈബിൾ ഇനം തിരിച്ചിട്ടുണ്ട്. 1-ാം ഭാഗം. അതിനുശേഷം ബൈബിളിൻ്റെ പാഠങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ 2-ാം ഭാഗം ആരാധനക്രമം നിങ്ങൾക്ക് കാണാം. ആരാധനക്രമം കൃത്യമായിട്ട് അത് വേറൊരു പുസ്തകമാണ് എന്ന നിലയിൽ അത് 2-ാം ഭാഗം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും 3-ാമത്തെ ഭാഗം സഭാചരിത്രം, അതും പ്രത്യേകമായിട്ട് 3-ാം ഭാഗമെന്നും പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 4-ാം ഭാഗം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ് 4-ാം ഭാഗം കൃത്യമായിട്ട് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. 4-ാം ഭാഗം. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ 4 ഭാഗങ്ങളായിട്ട് പ്രത്യേകം വേർതിരിച്ച് ഈ പുസ്തകത്തെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. 5 മുതൽ 7 വരെയുള്ള പുസ്തകങ്ങൾ മറ്റൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുക. അവിടെ വെളിപാടിൻ്റെ കേന്ദ്രമായ ദൈവത്തിനാണ് പ്രാമുഖ്യം നമ്മൾ കൊടുത്തിരിക്കുക. ദൈവം തന്നെ വെളിപ്പെടുത്തിയതിനെക്കുറിച്ചാണ് കൂടുതൽ പരാമർശിക്കുക. അപ്പോൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ് ഇവിടുത്തെ ചിന്താവിഷയം. അതുകൊണ്ടാണ് സൃഷ്ടാവായ ദൈവം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ വെളിപാടിൻ്റെ ചരിത്രത്തെ പൊതുവായിട്ട് റാൻഡമായിട്ട് നമ്മൾ ചില വിഷയങ്ങൾ എടുത്ത് പഠിച്ചെങ്കിൽ 5 മുതൽ വെളിപാടിൻ്റെ ചരിത്രം തുടർച്ചയായി അവിടുന്ന് ഇവിടുന്നും നമ്മൾ ചില വിഷയങ്ങൾ എടുക്കുകയല്ല. പിന്നെയോ വെളിപാടിൻ്റെ ചരിത്രത്തെ, പഴയ നിയമത്തിലെ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളും തുടർച്ചയായി നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ബൈബിൾ എന്ന ഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുക. അപ്പോൾ ബൈബിളിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഭാഗത്ത് തുടർച്ചയായിട്ട് ബൈബിൾ പഠിക്കുവാനുള്ള ശ്രമമാണ് 5-ാമത്തെ ക്ലാസ്സിൽ സൃഷ്ടാവായ ദൈവം എന്നുള്ള ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുക. അതിൻ്റെ തുടർച്ചയാണ് പരിപാലിക്കുന്ന ദൈവം. ഇപ്പോൾ സൃഷ്ടാവായ ദൈവം പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇസ്രായേൽ ജനം കാനാൻ നാട്ടിൽ എത്തുന്നിടം വരെയുള്ള പഴയ നിയമ സംഭവങ്ങൾ, പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും അവിടെ വിവരിക്കുക. 6-ാമത്തെ ക്ലാസ് കാനാൻ നാട് മുതൽ യേശുക്രിസ്തു വരെയുള്ള പഴയ നിയമ സംഭവങ്ങളാണ് 6-ാം ക്ലാസ്. അത്
തുടർച്ചയായിട്ട്. അപ്പോൾ വെളിപാടിൻ്റെ ചരിത്രം 1 മുതൽ 4 വരെ പൊതുവായി പഠിച്ചെങ്കിൽ 5ഉം 6ഉം ക്ലാസ്സുകളിൽ പഴയ നിയമം ഏറ്റവും കൃത്യമായിട്ട് തുടർച്ചയായിട്ട് പ്രധാന സംഭവങ്ങളെല്ലാം, പ്രപഞ്ച സൃഷ്ടി മുതൽ യേശുക്രിസ്തു വരെയുള്ള സംഭവങ്ങൾ, പ്രപഞ്ച സൃഷ്ടി മുതൽ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നത് വരെയുള്ള സംഭവം 5ആം ക്ലാസ്സിലും, കനാൻ നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷം യേശുക്രിസ്തു വരെയുള്ള സംഭവങ്ങൾ 6ാമത്തെ ക്ലാസ്സിലും. അതാണ് പരിപാലിക്കുന്ന ദൈവം, സൃഷ്ടിക്കുന്ന ദൈവം, അതിനുശേഷം അവരെ പരിപാലിക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് 6ാം ക്ലാസ്സിൽ. അപ്പോൾ 5ഉം 6ഉം ക്ലാസ്സുകളിൽ ബൈബിളിൽ പ്രത്യേകമായിട്ട് പഴയ നിയമത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്താണ് ഈ പുസ്തകങ്ങൾ പഠിപ്പിക്കുക. അതുപോലെ തന്നെ 5ലും 6ലും 10 വരെയും ആരാധനക്രമവും അതിൻ്റെ തുടർച്ച കാണാൻ പറ്റും, സഭാചരിത്രത്തിൻ്റെ തുടർച്ചയും കാണാൻ പറ്റും, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തുടർച്ചയും നമുക്ക് ഈ 6 പുസ്തകങ്ങളിലും നമുക്ക് തുടർച്ചയായിട്ട് കാണാനായിട്ട് സാധിക്കും. 7ാമത്തെ പുസ്തകമാണ് രക്ഷിക്കുന്ന ദൈവം. രക്ഷിക്കുന്ന ദൈവം. അപ്പോൾ സൃഷ്ടാവായ ദൈവം, പരിപാലിക്കുന്ന ദൈവം, പഴയ നിയമം 2 പുസ്തകങ്ങളിലായിട്ട് പഴയ നിയമം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. രക്ഷിക്കുന്ന ദൈവം, യേശുവാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൃഷ്ടിച്ച് പരിപാലിച്ച് അവസാനം നമ്മളെ രക്ഷിക്കാനായി ദൈവം തന്നെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ യേശു മിശിഹ, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളാണ് ഇതിനകത്തെ പ്രധാന ചർച്ചാ വിഷയം ബൈബിളിൽ. അപ്പോൾ 5, 6, 7 പുസ്തകങ്ങളിലൂടെ പ്രപഞ്ച സൃഷ്ടി മുതൽ യേശുക്രിസ്തു വരെയുള്ള വെളിപാടിൻ്റെ ചരിത്രം തുടർച്ചയായി പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിനാണ് ഇവിടെ പ്രാമുഖ്യം. ദൈവമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ആരാണ് ദൈവം? ആ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവം സർവശക്തനാണ്. ആ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവമാണ് ഇസ്രായേലിനെ വിളിച്ചത്. ആ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു. ആ യേശുവാണ് നമുക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തന്നത്. ആ യേശുവിൻ്റെ കുരിശുമരണ ഉത്ഥാനവും സ്വർഗാരോഹണവും ബന്ധിക്കോസ്തിലൂടെയുമാണ് നാം എല്ലാവരും എന്നേക്കുമായി രക്ഷിക്കപ്പെട്ടത്. ഈ ബോധ്യം കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് 5, 6, 7 ക്ലാസ്സുകളിലൂടെ. അതുകൊണ്ടാണ് അതിൻ്റെ എല്ലാ അവസാനം ദൈവം എന്ന് പറഞ്ഞാൽ തീരുക. അപ്പോൾ ദൈവമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. 8, 9, 10 ക്ലാസ്സുകളിൽ അത് മറ്റൊരു തലത്തിലാണ് അതിനെ കാണുക. ആ പാഠങ്ങളൊക്കെ അവസാനിക്കുന്നത് മറ്റൊരു പേരിലാണ്. 5, 6 ക്ലാസ്സുകളിൽ വെളിപാടിൻ്റെ ചരിത്രം തുടർച്ചയായി അവതരിപ്പിക്കുമെങ്കിൽ ഈ വെളിപാടിൻ്റെ ചരിത്രം ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് 8, 9, 10 ക്ലാസ്സുകളിൽ. എന്താണ് വിശ്വാസം എന്ന് പറയുക? വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസം. ഈ വെളിപാടിൻ്റെ ചരിത്രത്തെ ഞാൻ സ്വീകരിച്ച് അതിനോട് ഞാൻ പ്രതികരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. വിശ്വാസ പ്രകടനങ്ങളും വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളുമല്ല. അപ്പോൾ 5, 6, 7 ക്ലാസ്സുകളിൽ ആരാണ് ദൈവം, വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ആ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തോടുള്ള എൻ്റെ റെസ്പോൺസാണ്, പ്രതികരണമാണ് 8, 9 ക്ലാസ്സുകൾ നമ്മൾ കാണുക. അതുകൊണ്ടാണ് 8ാം ക്ലാസ്സിൽ ആരാധിക്കുന്ന സമൂഹം, 8ാം ക്ലാസ് കണ്ടോ, ആരാധിക്കുന്ന സമൂഹം. 5, 6, 7 ക്ലാസ്സുകളിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തെ നാം അവതരിപ്പിച്ചു. ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്ന് കാര്യം കുഞ്ഞിനെ പഠിപ്പിച്ചു. ആ ദൈവത്തോട് എനിക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, എൻ്റെ വിശ്വാസ പ്രതികരണം ഒന്നാമതെന്താണ്? ആ ദൈവത്തെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി എന്താ? ആ ദൈവത്തെ ആരാധിക്കുക മാത്രമേ ഉള്ളൂ. സൃഷ്ടാവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സൃഷ്ടിയുടെ പ്രതികരണം എന്താണ്? സൃഷ്ടിയായ നമുക്കെല്ലാവർക്കും സൃഷ്ടാവിനെ ആരാധിക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ആരാധിക്കുന്ന സമൂഹം ഉണ്ടോ, അവിടെ സമൂഹത്തിനാണ് പ്രാധാന്യം. അപ്പോൾ 5, 6, 7 ക്ലാസ്സുകളിൽ ദൈവത്തിനാണ് പ്രാധാന്യമായിരുന്നെങ്കിൽ 8, 9, 10 ക്ലാസ് വരുമ്പോഴത്തേക്ക് ഇവിടെ മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനാണ് പ്രാധാന്യം, സമൂഹത്തിനാണ് പ്രാധാന്യം. അപ്പോൾ 8ാം ക്ലാസ് ആരാധിക്കുന്ന സമൂഹം. എന്താണ് ആരാധിക്കുന്ന സമൂഹം? അത് സഭയാണ്. അപ്പോൾ ബൈബിളിൽ ആദ്യത്തെ ബൈബിൾ ഭാഗത്ത് അപ്പസ്തോല പ്രവർത്തനങ്ങളും അക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് എക്ലേസിയോളജിയാണ് പ്രധാനമായിട്ടും ഈ പുസ്തകം നമ്മൾ ചർച്ച ചെയ്യുക. സഭാശാസ്ത്രവും സഭയുടെ കൂദാശകളും പ്രധാനമായിട്ട്, കാരണം സഭയാക്കുന്നത് സഭയുടെ കൂദാശകളാണ്. അപ്പോൾ കൂദാശയിലാണ് സഭ ജീവിക്കുന്നത്, ആരാധനയിലാണ് സഭ തന്നെ പ്രകടമാക്കുന്നത്. അപ്പോൾ സഭയെക്കുറിച്ചുള്ള പഠനവും കൂദാശകളെക്കുറിച്ചുള്ള പഠനവുമാണ് 8ാം ക്ലാസ്സിൻ്റെ പ്രധാന ചർച്ചാ വിഷയം. അപ്പോൾ അറിഞ്ഞ യേശുവിനെ ആരാധിക്കുന്ന സമൂഹം വെളിപ്പെടുത്തിയ ദൈവത്തോടുള്ള മനുഷ്യവംശത്തിൻ്റെ പ്രതികരണമാണ് ആരാധന. അത് സഭയായി അതെങ്ങനെ ആരാധിക്കുന്നു. അതുകൊണ്ട് എക്ലേസിയോളജിയും അതുപോലെ തന്നെ സാക്രമെൻറ്റ്സുമാണ് ഈ 8ാം ക്ലാസ്സിലെ പ്രധാന ചർച്ചാ വിഷയം. അറിഞ്ഞ ദൈവം, ആ ദൈവത്തെ നമ്മൾ ആരാധിച്ചു. ഗോ ആൻഡ് ടീച്ച്, ഗോ ആൻഡ് സെലിബ്രേറ്റ്. ഇനി എന്താണ്? അറിഞ്ഞ ദൈവം, ആരാധനകൾ എനിക്ക് അനുഭവമായ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം.
അതാണ് ജീവിക്കുന്ന സമൂഹം. അറിഞ്ഞ് യേശു, ആരാധന അനുഭവമായ യേശു എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ജീവിക്കുന്ന സമൂഹം ഈ സമൂഹത്തിൻ്റെ പ്രതികരണമാണ്. ദൈവത്തെ ഞാൻ അറിഞ്ഞു, ആരാധിച്ചു, ഇനിയും അതനുസരിച്ച് ഞാൻ ജീവിക്കണം. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അതുകൊണ്ട് 10 കൽപ്പനകളാണ് ഇതിൻ്റെ അകത്തെ പ്രധാന ചർച്ചാ വിഷയം. ആദ്യ ബൈബിളിൻ്റെ ഭാഗത്ത് ബൈബിൾ എങ്ങനെ എഴുതി, ബൈബിളുമായി ബന്ധപ്പെട്ട പൊതുവിശേഷങ്ങളാണ് ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആരാധനാക്രമം എന്ന് പറഞ്ഞ ഭാഗത്ത് അടിസ്ഥാന ചിന്തകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്തീയ ജീവിതം എന്ന ഭാഗമാണ് ഇതിനകത്ത് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുക. കാരണം അത് കൂദാശകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കൂടുതൽ പാഠങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 10 കൽപ്പനകളാണ് ഈ 9ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനമായ തീം എന്ന് നമ്മൾ കാണണം. അതിൻ്റെ അകത്ത് വിശുദ്ധലിഖിതമുണ്ട്, വിശുദ്ധ ബൈബിളുണ്ട്, ആരാധനാക്രമമുണ്ട്, സഭാചരിത്രവുമുണ്ട്. എന്നാൽ 9ാമത്തെ ക്ലാസ്സിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് 10 കൽപ്പനകൾക്കാണ്, ക്രിസ്തീയ ജീവിതത്തിനാണ് എന്ന് അധ്യാപകർ മനസ്സിലാക്കുക. 1 മുതൽ 7 വരെ ക്ലാസ്സിൽ ആരാണ് ദൈവം എന്ന് നമ്മൾ പഠിച്ചെങ്കിൽ 8ാം ക്ലാസ്സിൽ ആ ദൈവത്തെ ആരാധിച്ചു. 9ാം ക്ലാസ്സിൽ ആ ആരാധിച്ച ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ ജീവിക്കണം. അതിന് 10 കൽപ്പന, അതുപോലെ തന്നെ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, അതിലൂടെയെല്ലാം ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന എങ്ങനെയാണെന്ന് 9ാം ക്ലാസ്സിൽ നമ്മൾ കാണുകയുണ്ടായി. അറിഞ്ഞ ദൈവം, ആഘോഷിച്ച ആരാധനയോടെ ആഘോഷിച്ച ദൈവം അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ദൈവത്തെയാണ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കേണ്ടത്. അതാണ് പ്രഘോഷിക്കുന്ന ദൈവം. 10ാം ക്ലാസ് പ്രഘോഷിക്കുന്ന ദൈവം. ഏത് ദൈവത്തെയാണ് ഞാൻ പ്രഘോഷിക്കേണ്ടത്? ഗോ ആൻഡ് പ്രൊക്ലെയിം ദ ഗോസ്പൽ. 1 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ച അടിസ്ഥാന കാര്യങ്ങളാണ് പ്രഘോഷിക്കേണ്ടത്. ദൈവാരാധന ഞാൻ പഠിച്ചു, ദൈവത്തെ ഞാൻ ആരാധിച്ചു, അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അത് ഞാൻ അനുഭവത്തിൽ നിന്നും സാക്ഷ്യത്തിലേക്ക്, അതാണ് ഞാൻ പ്രഘോഷിക്കേണ്ടത്. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ ബൈബിള്, ആരാധനാക്രമം, സഭാചരിത്രം, ക്രിസ്ത്യ ജീവിതം, ഇതിന് 4നും ഒരേ ഊന്നലാണ് കൊടുത്തിരിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേക കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടില്ല. 9 പാഠങ്ങളുടെയും 9 പുസ്തകങ്ങളുടെയും അടിസ്ഥാന ചിന്താധാരകളെ ഒന്നു ചേർത്ത് പ്രഘോഷിക്കുന്ന ദൈവം എന്ന നിലയിൽ എന്താണ് പ്രഘോഷിക്കേണ്ടത്? അടിസ്ഥാനപരമായിട്ട് ദൈവം ഏകനാണെന്നും തൃത്വൈക ദൈവമാണെന്നും ഇതാണ് അടിസ്ഥാനപരമായ പ്രഘോഷണ യാഥാർത്ഥ്യം. യേശുവിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിച്ചതെന്നും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആദ്യ പാഠങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈബിള്, ആരാധനാക്രമം, സഭാചരിത്രം, ക്രിസ്ത്യ ജീവിതം, ഈ 4 ഭാഗങ്ങൾക്കും ഏകദേശം ഒരേ പ്രാധാന്യമാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുക. എങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഒരു വ്യക്തി പ്രഘോഷിക്കേണ്ടതിൻ്റെ അടിസ്ഥാന ചിന്തകളെ മുൻനിർത്തിക്കൊണ്ടാണ് 10ാമത്തെ പുസ്തകം നമ്മൾ ക്രമീകരിച്ചിരിക്കുക. 9 പുസ്തകങ്ങളുടെ ഒരു കൾമിനേഷനാണ്, പൂർത്തീകരണമാണ് 10ാമത്തെ പുസ്തകം. നിങ്ങൾ ലോകവും എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണം. 1 മുതൽ 7 വരെ ക്ലാസ്സിൽ ഞാൻ അറിഞ്ഞ ദൈവം, വെളിപാടിലൂടെ എനിക്ക് മനസ്സിലായ ദൈവം. 8ാം ക്ലാസ്സിൽ ഞാൻ ആരാധിച്ച ദൈവം. 9ാം ക്ലാസ്സിൽ ഞാൻ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ദൈവം. ഈ ദൈവത്തെയാണ് ഞാൻ എല്ലാവരോടും പ്രഘോഷിക്കേണ്ടത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൻ്റെ അടിസ്ഥാന ചിന്താധാര നമുക്കറിയാം ദൈവമായിരുന്നു. ആ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമായിരുന്നു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ 1 മുതൽ 10 വരെ ക്ലാസ്സിൽ കണ്ടത്. എന്നാൽ 11, 12 ക്ലാസ്സുകൾ അതൊന്നും തുലവും വ്യത്യസ്തമാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ ദൈവമായിരുന്നു പ്രധാന ചിന്താ വിഷയമെങ്കിൽ, ചർച്ചാ വിഷയമെങ്കിൽ, ആ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ 11ഉം 12ഉം ക്ലാസ് വളരെ വ്യത്യസ്തമാണ്. 11ാം ക്ലാസ് ക്രിസ്തു സാദൃശ്യത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് 11ാം ക്ലാസ് ഇവിടെ കൊടുത്തിരിക്കുക. 1 മുതൽ 10 വരെ ക്ലാസ് എന്ത് വ്യത്യസ്തതയാണ് 11ാം ക്ലാസ്സിലുള്ളത്? നമ്മൾ പറയുകയുണ്ടായി, 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ ദൈവമായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ 11ാം ക്ലാസ്സിലെ ചർച്ചാ വിഷയം അടിസ്ഥാനപരമായി മനുഷ്യനാണ്. 1 മുതൽ 10 വരെ ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നെങ്കിൽ, ആരാണ് ദൈവം? ആ ദൈവം വെളിപ്പെടുത്തപ്പെട്ട ദൈവമാണ്, വെളിപാടിൻ്റെ പൂർണ്ണതയാണ് ആ ദൈവം, യേശുവാണ് ആ പൂർണ്ണത. ആ യേശുവിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെയാണ് 10 ക്ലാസ് മുമ്പ് പഠിച്ചതെങ്കിൽ 11ാം ക്ലാസ്സിലെ ചർച്ചാ വിഷയം ആരാണ് ദൈവം എന്നല്ല, പിന്നെയോ ആരാണ് മനുഷ്യൻ, മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആരാണ് മനുഷ്യനെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിയുമ്പോൾ ആ മനുഷ്യന് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നൊരവസ്ഥയിലേക്ക് വരും. അതായത് അവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവഛായയിലാണ്, യേശുവിൻ്റെ സാദൃശ്യത്തിലാണ്. യേശു ക്രിസ്തു തൻ്റെ കരങ്ങൾ കൊണ്ടാണ് അവനെ മെനഞ്ഞുണ്ടാക്കിയത്. അവൻ്റെ ഛായയാണ്, യേശുവിൻ്റെ ഛായയാണ് മനുഷ്യൻ നൽകിയിരിക്കുക. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഛായയാണ് പുത്രന്, പുത്രൻ്റെ ഛായയാണ് മനുഷ്യൻ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു സാദൃശ്യമാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഇംപ്രിൻറ്റ്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് നമ്മൾ തത്വശാസ്ത്രപരമായും മറ്റ് സാമൂഹിക പഠനത്തിലൂടെയൊക്കെ ഉള്ള ചർച്ചകൾ നടത്തിയതിന് ശേഷം ആ മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്നും ദൈവവുമായി ബന്ധപ്പെടാതെ അവൻ അസ്തിത്വം അവനില്ല എന്നും മൃഗവും
മനുഷ്യനുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് മൃഗത്തേക്കാൾ എന്തൊക്കെയോ വ്യത്യാസം മനുഷ്യനുണ്ട്. ആ വ്യത്യാസം ദൈവം മനുഷ്യന് കൊടുത്ത ദൈവത്തിൻ്റെ അംശമാണെന്നും അതുകൊണ്ട് മനുഷ്യൻ അഭേദ്യമായി ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നെന്നും ദൈവത്തെ കൂടാതെ മനുഷ്യൻ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും ആണ് 11-ാം പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ക്രിസ്തു സാദൃശ്യത്തിലേക്ക് വളരാനാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുക. ഓരോ വ്യക്തിയും ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അപ്പോൾ ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിൽ നിന്നും ആ മനുഷ്യനെക്കുറിച്ചുള്ള കൃത്യമായ പഠനത്തിൻ്റെ അവസാനം ദൈവമില്ലാതെ അവന് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ചിന്താധാരയെ ദൈവത്തിലേക്ക് ഉയർത്തി ആ ദൈവ നിലയിൽ യേശുവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ അവനെ പ്രത്യേകം ഒരുക്കുകയാണ്. പ്രത്യേകിച്ച് 16-17 വയസ്സുള്ള കുട്ടികളാണല്ലോ യുവത്വത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു അവരുടെ ഏറ്റവും മുമ്പിലുള്ള ഒരു ചിഹ്നമായി, അടയാളമായി, ഐക്കണായി, മാതൃകയായി അവർക്ക് തീരണം. അതുകൊണ്ടാണ് ക്രിസ്തു സാദൃശ്യത്തിലേക്ക്. അതിൻ്റെ തുടർച്ചയാണ് 12-ാം പുസ്തകം, ക്രിസ്താധിഷ്ഠിത യുവത്വം. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ യുവത്വം. എങ്ങനെ യേശുവുമായി ബന്ധപ്പെടുത്തി എൻ്റെ യുവത്വത്തെ എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും? തിന്മയുടെയും പാപത്തിൻ്റെയും അശുദ്ധിയുടെയും ഒക്കെ ഈ ലോകത്തിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും? ക്രിസ്താധിഷ്ഠിത യുവത്വം. അതാണ് 12-ാം ക്ലാസ്സിലെ ചർച്ചാ വിഷയം. അപ്പോൾ 1 മുതൽ 10 വരെ ആരാണ് ദൈവം എന്നതായിരുന്നു ചോദ്യമെങ്കിൽ 11-ഉം 12-ഉം ക്ലാസ്സിൻ്റെ ചർച്ചാ വിഷയം ആരാണ് മനുഷ്യൻ. ആ മനുഷ്യന് ദൈവത്തെ ആവശ്യമാണ് എന്ന നിലയിൽ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെയും യുവത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും ഒക്കെ 11-ഉം 12-ഉം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. നമ്മൾ 1 മുതൽ 12 വരെ ക്ലാസ്സുകളെ പൊതുവായിട്ട് നമ്മളൊന്ന് കാണാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ പുസ്തകവും എടുത്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് കാണാനായിട്ട് പരിശ്രമിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.